ഇന്ന് ഞാൻ കൂന്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കൂന്തലിൻ്റെ റെസിപ്പിയാണ്. കൂന്തൽ ഇഷ്ടപ്പെടാത്തവർ പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കൂന്തൽ കഴിക്കും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടി ഇതാ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ്, കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 25-30 ഒക്കെ എടുക്കാം കേട്ടോ. അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് വലുതാണെങ്കിൽ ഒന്ന് നടു പൊളിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കൂന്തലിട്ട് കൊടുക്കണം. 500 ഗ്രാം കൂന്തലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ കൂന്തൽ ഒരു 2-3 മിനിറ്റ് ഈ ഉള്ളിയിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. കൂന്തലിപ്പോൾ ഞാൻ മുഴുവനായി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. വലുതാണെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അത് ചെറുതായതിനെ കൊണ്ടാണ്. എന്നിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, കൂന്തലിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പ്രധാന ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഇതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷമാണ് കേട്ടോ ചേർക്കുക. 4 മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും കൂന്തൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ കൂന്തലൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഇതിലേക്ക് 2 ഉണ്ട വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട്. അത് ചെറുതായി അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്താണ് കേട്ടോ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്. ഇതൊന്ന് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 2 തക്കാളി കൂടി ചെറുതായി അരിഞ്ഞതാണ്, നല്ല ചെറുതായി അരിഞ്ഞതാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് വീണ്ടും നല്ലൊന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ടിത് ലോ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റോ 3 മിനിറ്റൊക്കെ മൂടി വെക്കുമ്പോഴേക്കും നല്ല തക്കാളിയൊക്കെ നല്ല വെന്ത് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ആയി കിട്ടും. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് കണ്ടില്ലേ, അതുപോലെ അതാണ് ഇതിൻ്റെ ഒരു പാകം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂന്തൽ ഇഷ്ടപ്പെടാത്തവർ പോലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. താങ്ക് യു.